11-ാം ദിവസം. ദൈവദാസൻ തടവറയിൽ. വർഷങ്ങൾക്കു ശേഷം രാജാവ് തിരികെ വന്നപ്പോൾ കൊട്ടാരം കാണുവാൻ ആഗ്രഹിച്ചു. എന്നാൽ തോമസ് കൊട്ടാരം പണിതിട്ടില്ല എന്ന് കണ്ട് രാജാവ് കോപാകുലനായി. മാത്രമല്ല, തൻ്റെ പണം മുഴുവൻ ധൂർത്തടിക്കുന്നതായും അദ്ദേഹം കണ്ടു. കോപം കൊണ്ട് ജ്വലിച്ച രാജാവ് തോമസ് അപ്പസ്തോലിനെയും ഹാബാനെയും ജയിലിലടയ്ക്കാൻ കൽപ്പിച്ചു. വിചിന്തനം. ദൈവമാർഗത്തിൽ ചരിക്കുന്നവൻ, ദൈവഹിതം നിറവേറ്റുവാൻ നിരന്തരം യത്നിക്കുന്നവൻ അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും ദുരന്തങ്ങളെയും കാര്യമായി എടുക്കുന്നില്ല. താൻ ഭരമേറ്റിരിക്കുന്ന ദൗത്യം നിറവേറ്റുന്നതിൽ മാത്രമാണ് അവൻ ശ്രദ്ധ പതിപ്പിക്കുന്നത്. മനുഷ്യഹൃദയങ്ങളിൽ ദൈവാലയം നിർമ്മിക്കുക എന്ന ദൗത്യമാണ് തോമാസ് ലീഹ ഏറ്റെടുത്തിരിക്കുന്നത്. രാജാവും രാജകൽപ്പനയും കൊട്ടാരവുമെല്ലാം അതിനുള്ള നിയോഗങ്ങൾ മാത്രമായിരുന്നു. ദൈവം തന്നെ മുൻകൈയെടുത്ത് സംജാതമാക്കിയ അനുകൂല സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് സ്ലീഹ ചെയ്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാരാഗൃഹവാസത്തിനും ദൈവിക പദ്ധതിയിൽ സ്ഥാനമുണ്ടായിരുന്നു. ഗൊണ്ടഫറസ് രാജാവിന് തക്ഷശിലയ്ക്ക് പുറമേ 2 തലസ്ഥാനങ്ങൾ കൂടിയുണ്ടായിരുന്നു. അതിവിസ്തൃതമായിരുന്നു അയാളുടെ സാമ്രാജ്യം. അതുകൊണ്ടാണ് ഒരു നീണ്ട കാലയളവിൽ അദ്ദേഹം തക്ഷശിലയിൽ നിന്നും ദൂരെയായിരുന്നത്. ഈ സമയം മുഴുവൻ തോമാസ് ലീഹ സുവിശേഷ പ്രഘോഷണത്തിനായി വിനിയോഗിക്കുകയും ചെയ്തു. ഭരിക്കുന്നവരുടെ പ്രഥമമായ കടമ ജനങ്ങളോടാണ് എന്ന സത്യം അവർ മറക്കുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുക നമ്മുടെയൊക്കെ പ്രവാചക ധർമ്മമാണ്. അതുതന്നെയാണ് തോമസ് അപ്പോസ്തലൻ ചെയ്തത്. ഭരണാധിപൻ ഭരിക്കപ്പെടുന്നവരുടെ നന്മയാണ് കാംക്ഷിക്കേണ്ടത്, സ്വന്തം ഉയർച്ചയോ മഹത്വമോ അല്ല. ഓരോ ക്രൈസ്തവനും തോമാസ് ലീഹ ചെയ്ത രീതിയിലുള്ള പ്രവാചക ധർമ്മം ഏറ്റെടുക്കണം. പാവങ്ങളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുവാൻ, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ സാധിക്കണം. അതിനുള്ള പരിശ്രമത്തിൽ സംഭവിക്കാവുന്ന വ്യക്തിപരമായ നഷ്ടങ്ങളെയോ ബുദ്ധിമുട്ടുകളെയോ അവൻ കാര്യമാക്കാൻ പാടില്ല. എല്ലാം ദൈവഹിത പൂർത്തീകരണത്തിനും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനുമായി കാഴ്ചവെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുമെന്നതിന് സംശയമില്ല.